ഹേയ് ഓൾ ഇൻസ്റ്റാഗ്രാമിലൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ആ ചേച്ചിയുടെ റീലിൽ പറയുന്നത് പ്ലാസ്റ്റിക് പാക്കറ്റ്സ് ഒക്കെ സീൽ ചെയ്തിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ദിവസം കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് സീൽ ചെയ്യാമെന്നാണ്. അപ്പോൾ അത് കണ്ട് വാങ്ങിച്ചതാണ്. എന്തായാലും 180 അല്ലേ വരുന്നുള്ളൂ. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. വളരെ ചെറിയൊരു പാക്കറ്റിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറും കൂടെ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ടതാണെന്ന്. പിന്നെ ഒന്ന് മനസ്സിലായത് ഇതിൻ്റെ താഴത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു പാക്കിംഗ് ചെയ്യുന്ന സ്റ്റാഫ് വേണമെങ്കിൽ കസ്റ്റമർ സ്റ്റിക്ക് ചെയ്തോട്ടെ എന്ന് കരുതി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തതാണെന്ന്. ഇതിൻ്റെ കൂടെ അവരൊരു 3 മീറ്ററിൻ്റെ വലിയൊരു ടൈപ്പ് സി കേബിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ ടൈപ്പ് സി കേബിൾ തന്നെ യൂസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ പാക്കറ്റിൽ വന്നിട്ടുള്ളത് ഒരു മാനുവൽ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അവരുടെ ഒരു കാർഡും നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അവരെന്തോ ക്യാഷ് ബാക്ക് തരുന്നത് ജസ്റ്റ് ഫേക്ക് പ്രൊമോഷൻ സ്റ്റഫ്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 2 സ്വിച്ചാണ് വരുന്നത്. ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടും. ആ ടൈപ്പ് സി ചാർജിങ് പോർട്ടൊക്കെ നല്ല നൈസായിട്ട് ഈ ഡിവൈസ് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ട് ഡിസൈനാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റെഡ് കളർ വരും. നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളർ വരും. ഓൺ ചെയ്തിട്ട് ബ്ലൂ കളർ ആണെങ്കിൽ നമുക്കിത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരു ക്യൂട്ട് ഡിസൈനാണ്, വളരെ വെയ്റ്റ്ലെസ് ആണ്. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ വിചാരിക്കുന്നത് ഇത്ര ക്യൂട്ട് ഡിസൈൻ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാ വീട്ടിലും ഒരു ഡിവൈസ് എങ്കിലും വേണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ഡിവൈസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നിനും ഒരു സ്ഥിരതയില്ല, ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു നോർമൽ പ്രഷറിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കട്ടായിട്ടില്ല, ഒരു സൈഡ് മാത്രമേ കട്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചുകൂടെ പ്രഷർ കൊടുത്ത് ഒന്നുകൂടെ കട്ട് ചെയ്യുന്നു. കുറച്ചുകൂടെ പ്രഷർ കൊടുത്തു, അപ്പോൾ ഒന്നും കൂടെ കട്ടായിട്ടുണ്ട്. ആകെ ഒരു ക്വാളിറ്റി ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയോ പോലെ. ഇതിനെക്കാട്ടും ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം. അവർ ഈ പ്രോഡക്റ്റിൻ്റെ അകത്തൊരു കട്ടിംഗ് ബ്ലേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഫിഷ്യൻ്റായിട്ട് കട്ട് ആവണമല്ലോ. പക്ഷെ എന്തായാലും ഇവിടെ ആവുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇതൊന്ന് സീൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു മീഡിയം പ്രഷറിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. സീൽ ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മീഡിയം പ്രഷറിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ സീൽ ആവുന്നുണ്ട്. ലേസിൻ്റെ പാക്കറ്റ് അത്യാവശ്യം അറിയാലോ, കുറച്ചൊരു കട്ടിയുള്ള പാക്കറ്റാണ്, അപ്പോൾ അത് സീൽ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ സീലായി കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്തും എയർ പുറത്തോട്ട് പോകുന്നു. ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ വിചാരിച്ചു ഓക്കെ, കത്രിക കൊണ്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചും കൂടെ പ്രഷർ കൂടുതൽ കൊടുത്തിട്ട് ട്രൈ ചെയ്തു. ആദ്യത്തെ തവണ ഉണ്ടായിരുന്നുള്ള മിസ്റ്റേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടെ കൂടുതൽ പ്രഷർ കൊടുത്തത്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ അകത്ത് എയർ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കുറച്ച് കട്ടിങ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ജോയിൻറ്റിൻ്റെ അടുത്തുള്ള കട്ടിയുള്ള ഭാഗം. ആ ഭാഗത്ത് മാത്രം സീലാവുന്നില്ല, അല്ലാത്ത ഭാഗത്തെല്ലാം സീലാവുന്നുണ്ട്. ആ ഭാഗത്ത് സീലായിട്ടില്ലെങ്കിൽ എന്തായാലും എയർ പുറത്തോട്ട് പോകും. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് പിന്നെ ഒരു യൂസും ഇല്ല, അവിടെ സീലാവുന്നില്ല. ഞാൻ പിന്നെ ഒരു നാപ്കിൻ്റെ പാക്കറ്റ് എടുത്തു, അതിലൊന്ന് ട്രൈ ചെയ്യാം. കാരണം മറ്റേ ലേസിൻ്റെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്നെസ് കുറവാണല്ലോ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മീഡിയം പ്രഷർ കൊടുക്കുന്ന സമയത്ത് സീൽ ആവുന്നുണ്ട്, പക്ഷേ അതിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സീൽ നമുക്ക് കിട്ടുന്നില്ല. നെക്സ്റ്റ് ഞാൻ കുറച്ചുകൂടെ പ്രഷർ കൊടുത്തിട്ട് ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രഷർ കുറച്ചുകൂടെ അധികം കൊടുത്ത സമയത്ത് ആ സീലിംഗ് ചെയ്യുന്നതോടെ തന്നെ കട്ടായിട്ട് പോയി. അപ്പോൾ കട്ടായിട്ട് പോയാലും കുഴപ്പമില്ല, അവിടെ സീലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കട്ടായിട്ട് പോവുക, അല്ലെങ്കിൽ ഓരോ സമയത്ത് ഇങ്ങനെ പ്രഷർ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും റിട്ടേൺ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ എന്തായാലും റിട്ടേൺ കൊടുക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് റിവ്യൂസ് യൂട്യൂബിൽ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാൻ നോക്കാം.